കേരള സാഹിത്യോത്സവിന്റെ ഭാഗമായി നടക്കുന്ന സാംസ്കാരിക സഞ്ചാരത്തിലാണ് ഞങ്ങൾ ഇന്നുള്ളത്. ഇന്ന് പോകുന്നത് പാലക്കാട് സാഹിത്യ പൈതൃകത്തിന്റെ ഒരു ഗ്രാമത്തിലേക്കാണ്. ഒരു നോവലിന് വിഷയമായി തീർന്ന മനോഹരമായ ഒരു ഗ്രാമം തസ്രാക്ക്. തസ്രാക്ക് എന്നുള്ള ആ പേര് തന്നെ അതിൽ വളരെ ഹൃദ്യവും മനോഹാരിതയും നിറഞ്ഞൊരു പേരാണ്. ആ പേര് പോലെ തന്നെയാണ് ആ ഗ്രാമത്തിലെ വിശേഷങ്ങൾ. ഒരുപാട് പേര് നമ്മളവിടെ അള്ളാപ്പിച്ച മല്ലാക്കയും രവിയും അതുപോലെ തന്നെ അതിലൊരുപാട് കഥാപാത്രങ്ങൾ, ആ കഥാപാത്രങ്ങളുടെ ജീവിതാനുഭവങ്ങളുടെ ഒരുപാട് ശേഷിപ്പുകൾ ഇങ്ങനെ പലതും ആ ഗ്രാമത്തിൽ ഉണ്ട്. അതുപോലെ തന്നെ വലിയൊരു സന്ദേശം ഈ ഗ്രാമം പുതിയ കാലത്തിന് സമർപ്പിക്കുന്നു എന്നതാണ് അതിലെ ഏറ്റവും വലിയ സവിശേഷത. അതിലേക്കൊക്കെ നമുക്ക് വരാം. നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഈ നോവലിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം ഈ ബഹുസ്വരതയുടെ ഒരു വലിയ സന്ദേശം നൽകും വിധത്തിലുള്ള ജീവിതക്രമം അതിൽ ആവിഷ്കരിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ സാറ് നേരത്തെ പറഞ്ഞ ഇപ്പോൾ പോതിയെ വിളിച്ച് സത്യം ചെയ്യുന്ന മുസ്ലിങ്ങൾ, അതുപോലെ ഈ ഷെയ്ഖ് മിയാൻ വിളിച്ച് സത്യം ചെയ്യുന്ന ഹിന്ദുക്കൾ. അപ്പം ഇങ്ങനെയുള്ളൊരു കലർപ്പിൻ്റെ, കൂടിക്കലരിൻ്റെ, ഈ സംസ്കാരങ്ങളുടെ പങ്കിടലുകളുടെ അങ്ങനെയൊക്കെ തുടങ്ങിയുള്ള പല രീതിയിലുള്ള പ്രകാരങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു പാരമ്പര്യ വിശ്വാസങ്ങളുടെ, ആചാരങ്ങളുടെ ഒരു വലിയ പ്രകടനവും അത് പ്രദർശനവും ഒക്കെ അതുമുണ്ട്. അള്ളാപ്പിച്ച മല്ലാക്ക തന്നെ ഈ ബദർ പടപ്പാട്ട്, ബിസ്മിയും ഹംദും സ്വലാത്തും എന്ന് പറയുന്ന ആ പടപ്പാട്ടിലെ വരികൾ പറയുന്നുണ്ട്. ശരിക്കും ഇവിടെ ഒരു നവോത്ഥാന മുഖംമൂടി അണിഞ്ഞു വന്ന പല ആളുകളൊക്കെ നിഷേധിക്കുന്ന അത്തരത്തിലുള്ള ഇസ്ലാമിലെ ഈ പാരമ്പര്യ വിശ്വാസ ആചാര കർമ്മങ്ങൾ അതൊക്കെ ഇതിൽ നമ്മൾ നന്നായി ദൃശ്യമാകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അത്രയും കാലം മുമ്പ് വളരെ പാരമ്പര്യമായി കൈമാറ്റം ചെയ്യപ്പെട്ടു വരുന്ന ഒരു ജീവിത ക്രമം കൂടിയാണ്. അത് അവരിൽ ഉണ്ടാക്കുന്ന ഒരു വലിയ ഊർജം അതുകൊണ്ടുകൂടിയാണുള്ളത്. അതിലെ തെറ്റും ശരിയൊക്കെ നമ്മൾ മാറ്റിയെടുത്ത് അത് വേണമെങ്കിൽ സംവാദത്തിൽ നമുക്ക് വിടാം. അതേ സ്ഥാനത്ത് അത് മനുഷ്യരിൽ ഉണ്ടാക്കുന്ന പല രീതിയിലുള്ള സ്വാധീനങ്ങൾ അത് ഗുണപരമായി തന്നെയാണ് ഭവിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ബഹുസ്വരത, ഒരു പാരമ്പര്യത്തിൻ്റെ അടയാളപ്പെടുത്തൽ, ഇതൊക്കെ ഇതിൽ നന്നായി വന്നു പോകുന്നുണ്ടല്ലോ. അത് ഒരു ഇന്നത്തെ കാലത്ത് പ്രത്യേക പ്രാധാന്യം അർഹിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അതെ, ഞാൻ കരുതാറുള്ളത് ഈ നോവൽ 2025 നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രസക്തമായി നിൽക്കുന്നത് നിങ്ങളീ പറഞ്ഞ മറ്റൊരു പ്രാധാന്യത്തിലാണ്. ആ നോവൽ സൃഷ്ടിക്കപ്പെടുന്ന കാലത്ത് ഒരിക്കലും ആലോചിക്കാൻ കഴിയാത്ത മറ്റൊരു ചരിത്ര സഞ്ചാരം ഈ നോവൽ പൂർത്തിയാക്കുകയാണ്. പക്ഷെ വിജയൻ അത് അറിഞ്ഞിരുന്നു. കേരളത്തിൽ മറ്റ് മിക്കവാറും ആരും തിരിച്ചറിയുന്നതിന് മുൻപേ എന്താണ് ഹിന്ദുത്വയുടെ ഭീഷണി എന്ന് തിരിച്ചറിഞ്ഞ വിജയൻ വെറും ഒരു സർഗാത്മക സാഹിത്യകാരൻ മാത്രമല്ലല്ലോ, മലയാളം കണ്ട എക്കാലത്തെയും വലിയ ധിഷണകളിൽ ഒരാളാണ്. അപ്പോൾ ഹൈന്ദവനും അതിഹൈന്ദവനും എന്ന പേരിൽ വിജയൻ്റെ ഒരു പുസ്തകമുണ്ട്, സന്ദേഹിയുടെ സംവാദം. എന്താണ് രാഷ്ട്രീയ ഹിന്ദുത്വം, ഇതിൻ്റെ അപകടം എന്താണ്, സഞ്ചാരം എങ്ങോട്ടാണ് എന്ന് കേരളത്തിൽ കൃത്യമായി തിരിച്ചറിഞ്ഞ സാഹിത്യകാരന്മാരുടെ പട്ടികയിൽ നിന്ന് മുന്നിലുണ്ടായിരിക്കും വിജയൻ. വിമർശനങ്ങളൊക്കെ ഉണ്ട്. ഞാനും വിജയൻ്റെ അവസാന കാലത്തുള്ള പല നിലപാടുകളിനോട്, ഗുരുസാഗരം, തുടർന്ന് വന്നിരിക്കുന്ന ചില നിലപാടുകൾ, ഇതിനോടൊക്കെ യോജിച്ചും വിയോജിച്ചും നിൽക്കുന്ന ആളാണ്. പക്ഷേ OV വിജയനെ പോലെ ഇന്ത്യൻ പൊളിറ്റിക്കൽ സിനാരിയോ, ഇന്ത്യയുടെ രാഷ്ട്രീയ കാലാവസ്ഥയെ അതിസൂക്ഷ്മമായി തിരിച്ചറിയുകയും അതിനോട് സമകാലീനമായും ഭവിഷ്യൽക്കാലത്തിൽ വരാൻ പോകുന്ന അപകടങ്ങളെക്കുറിച്ചും പ്രതികരിച്ചും അതോടൊപ്പം പ്രവചിച്ചും നിന്ന അനേകം മനുഷ്യരില്ല. നമുക്കറിയാം, അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയിൽ, അത് കേരളമെന്നല്ല, ഇന്ത്യയിലെ തന്നെ സാഹിത്യകാരന്മാരുടെ നിലയിൽ വിജയനെ പോലെ പ്രതികരിച്ചവരുടെ എണ്ണം വളരെ കുറവാകും. നിങ്ങൾ ഈ ഞാറ്റുപുരക്കകത്ത് കാണുന്ന കാർട്ടൂണുകൾ വെറുതെ ഒന്ന് കണ്ണോടിച്ച് നോക്കുക. ഒരു പൊളിറ്റിക്കൽ ജേർണലിസ്റ്റ് എന്ന അർത്ഥത്തിൽ കൂടി അതെ, അസാമാന്യമായിരുന്നു അക്കാലത്തെ അടിയന്തരാവസ്ഥ കാലത്തെ അന്തരീക്ഷത്തിൽ ബഷീർ ചെയ്ത സേവനം എന്ന് പറയുന്നത് അസാധ്യം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ നോവലിൽ കാണുന്ന സാമൂഹ്യ ബന്ധങ്ങളുടെ ഒരു വല്ലാത്ത ചിത്രമുണ്ട്. അതിനകത്ത് മുസ്ലിം, ഹിന്ദു തുടങ്ങിയ അതിർവരമ്പുകളെല്ലാം മാഞ്ഞു പോവുകയും മനുഷ്യൻ എന്ന് പറയുന്നൊരു ഒരു വലിയ മനുഷ്യരാശിയുടെ ഒരു മഹാസഞ്ചാരം അതിനകത്ത് പ്രത്യക്ഷപ്പെടുകയും ചെയ്യുകയാണ്. ലോകസാഹിത്യത്തിലെ മഹത്തായ കൃതികളിലൊക്കെ നമ്മൾ കാണുന്ന മനുഷ്യരുടെ മഹാപ്രയാണങ്ങളുടെയും മഹാജീവിതങ്ങളുടെയും ഒരു കഥ. ഇപ്പോൾ മാർക്സ് ഒരു ഘട്ടത്തിൽ പഴയ ഗ്രാമങ്ങളെപ്പറ്റി പറയും.
ഒരു തുണ്ട് ഭൂമിയിലെ കാട്ടാള സംതൃപ്തി എന്നൊരു വാചകമുണ്ട്. അതായത് ഒരു ഗ്രാമത്തിലെ മനുഷ്യർ ജീവിക്കുന്ന ആ ഗ്രാമത്തിനകത്ത് മാത്രമാണ്. ആധുനികത വരുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട വ്യതിയാനം എന്താണ്? ഏത് ഗ്രാമത്തിലുള്ള മനുഷ്യർ അവിടെ നിന്ന് പുറത്തേക്ക് സഞ്ചരിക്കാൻ തുടങ്ങി. കാരണം ആധുനിക വിദ്യാഭ്യാസം എന്നൊരു കാര്യം ആരംഭിക്കുകയാണ്. ആധുനിക വിദ്യാഭ്യാസമാണ് മനുഷ്യൻ്റെ സഞ്ചാരങ്ങളെ നിർമ്മിച്ചെടുത്തത്. ഇപ്പം ഏകാധ്യാപക വിദ്യാലയം എന്ന് പറയുന്ന ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് ഇവിടെ ആരംഭിക്കാനാണ് രവി ഇവിടെ കാലുകുത്തുന്നത്. അപ്പം എന്താണ് വിദ്യാലയം ചെയ്യുന്ന പണി? വിദ്യയുടെ അതിനു മുൻപുണ്ടായിരുന്ന ജാതിബദ്ധ മാതൃകകളെ, ജാതിബദ്ധ ക്രമങ്ങളെ നിഷേധിക്കുകയാണ് വിദ്യാലയം ചെയ്യുന്നത്. രവി ഇവിടെ വരുമ്പോൾ ആദ്യം കവറകൾ എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു സമൂഹത്തിലെ കുട്ടികളാണ് ആദ്യം പഠിക്കാൻ വരുന്നത്. കവറകൾ, അതെ, അവർ വളരെ നൊമാഡ്സ്, അവർ വളരെ ഒരു പ്രത്യേക ക്ലാനായിട്ട് ജീവിക്കുന്ന, അലഞ്ഞു തിരിയുന്ന. അപ്പം അവർ കുറച്ച് ദിവസം ആ കുട്ടികൾ ഇവിടെ നിന്നു. എനിക്ക് തോന്നുന്നു 1-2 ദിവസം തന്നെയാണ് നോവൽ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവർ വരുന്നില്ല. അവരോട് ചോദിക്കുമ്പോൾ ഇപ്പം നമുക്ക് ലിപികളിൽ എഴുതാൻ പറ്റാത്ത അജ്ഞാതമായ മറ്റൊരു വലിയ ഭാഷയിലാണ് അവരുടെ ലോകം. അപ്പോൾ ഈ ഹൈഡഗറെ പോലുള്ള ചിന്തകർ പറയും ലാംഗ്വേജ് ഈസ് ദ ഹൗസ് ഓഫ് ബീയിങ്. നമ്മളെന്ന് പറയുന്ന ഉണ്മയുടെ, നമ്മളെന്ന ആകരത്തിൻ്റെയും നമ്മളെന്ന ഉണ്മയുടെയും പാർപ്പിടമാണ് ഭാഷ. ഭാഷ കേവലം ആശയവിനിമയത്തിൻ്റെ ഒരു ഉപാധി മാത്രമല്ല, നമ്മളെ നമ്മളാക്കി തീർക്കുന്നത് ഭാഷയാണ്. ഞാനിപ്പോൾ മലയാളത്തിലൊരു വാക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് മലയാളം അറിയുമെങ്കിൽ മാത്രമേ നമ്മൾ തമ്മിൽ ആ സംവാദമുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തമ്മിലുള്ളൊരു ഇടപാടാണ് ഭാഷ, ഒരു കരാറാണ്. ഞാനും നിങ്ങളും തമ്മിലുള്ളൊരു കരാറാണ്. ആ ഭാഷയുടെ അനേകം അപരലോകങ്ങൾ നിറഞ്ഞ ഒരു പ്രാചീന ഗ്രാമമാണ് ഖസാക്ക്. അതിനകത്താണ് മനുഷ്യർ ജീവിക്കുന്നത്. അവിടെയുള്ള മനുഷ്യർ അവിടെ തന്നെ സംതൃപ്തരാണ് പലതരത്തിൽ. എന്ന് വെച്ചാൽ അവരവരുടെ ജീവിതമായിട്ട് പോവുകയാണ്. അല്ലാപ്പിച്ച മുങ്ങാങ്കുഴി എന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട്. ഈ പഴയ കിണറിനകത്തൊക്കെ സാധനങ്ങൾ പോകുമ്പോൾ അകത്ത് പോയിട്ട് സാധനം എടുത്തുകൊണ്ടിരാണ് മുങ്ങാങ്കുഴിയുടെ തൊഴിൽ. അത് അങ്ങനെ നാട്ടുകാരുടെ പേരാ മുങ്ങാങ്കുഴി. അകത്തേക്ക് പോയി ഈ മുങ്ങാങ്കുഴിക്കാണ് മൈമുനയെ കെട്ടിച്ചു കൊടുക്കുന്നത്. മുങ്ങാങ്കുഴിയുടെ ഒരു അവസാനമൊക്കെ ബഷീർ ഭാഷയുടെ സൗന്ദര്യത്തിന്റെ ഒരു പീക്കിലാണ്. അത് ജലത്തിന്റെ ബഷീർ എന്നാണ് പറയുന്നത്. ഓക്കെ മറ്റേ OV വിജയൻ തെറ്റിപ്പോകുന്നു. ഈ മുങ്ങാങ്കുഴിയുടെ അവസാനമൊക്കെ OV വിജയൻ ഭാഷയുടെ, വിജയൻ നിർമ്മിച്ചെടുക്കുന്ന ഖസാക്ക് ഭാഷയുടെ അസാധ്യ സൗന്ദര്യമാണ്. ജലത്തിന്റെ വില്ലീസുപടുതകൾ കടന്ന് ആ കിണറിനകത്തേക്ക് മുങ്ങാങ്കുഴി മറയുന്നൊരു ദൃശ്യം വിജയൻ എഴുതുന്നുണ്ട്. അപ്പം അത്തരം അനേകം മനുഷ്യർ അവിടെ ജീവിക്കുന്നത്. അവർക്ക് മതം ഒരു പൊളിറ്റിക്കൽ എൻറ്റിറ്റി അല്ല, മതം അവരുടെ ജീവിതത്തിൻ്റെ എൻറ്റിറ്റിയാണ്. അത് മതം എന്ന ഒരു ഏകദാനമായ സ്ട്രക്ചറിൽ പോലും നിലനിൽക്കുന്നില്ല. വളരെ ഫ്ലൂയിഡായൊരു ഒരു അന്തരീക്ഷത്തിലാണ് അവരുടെ മതബോധം നിൽക്കുന്നത്. അല്ലാപ്പിച്ച മൊല്ലാക്ക അങ്ങേയറ്റം അതിനകത്ത് യാഥാസ്ഥിതികനാണെന്ന് പറയാം. പക്ഷെ അല്ലാപ്പിച്ച മൊല്ലാക്കയുടെ വൈകാരികതകളാണ് അല്ലാപ്പിച്ച മൊല്ലാക്കയുടെയും മതം. അല്ലാതെ ഇപ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ പറയുന്ന ഇസ്ലാമുമായിട്ട് അല്ലാപ്പിച്ച മൊല്ലാക്കയ്ക്ക് യാതൊരു ബന്ധവുമില്ല. 2-3 ദിവസം ഇവിടുന്ന് എങ്ങോട്ട് പോയി അല്ലാപ്പിച്ച മൊല്ലാക്ക. നൈസാം അലിയെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. ഇങ്ങനെ ഒരു സന്ദർഭമുണ്ട് നോവലിൽ. നൈസാം അലി അപ്പോൾ ബാങ്ക് വിളിക്കണമായിരുന്നു. നൈസാം അലിക്ക് ആ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നൈസാം അലി ബാങ്ക് ഒന്നും വിളിച്ചില്ല. അവസാനം അല്ലാപ്പിച്ച മൊല്ലാക്ക തിരിച്ചു വരുമ്പോൾ എവിടെയാണ് ആ ഇബിലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് വൻ കച്ചറുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നൈസാമിനെ കാണുന്നില്ല. അല്ലാപ്പിച്ച മൊല്ലാക്ക ആദ്യം ചെയ്യുന്നത് ഓടി വന്ന് ഓത്തുപള്ളി എന്നിട്ട് ബാങ്ക് വിളിക്കുകയാണ്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് മൂപ്പര് തുടങ്ങുകയാണ്. അസമയത്ത് കേട്ട ആ ബാങ്കിൽ ഖസാക്കിലെ മനുഷ്യർ ഞെട്ടിത്തെരിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പം അസമയത്ത് ബാങ്ക് വിളിക്കുന്നത് ഇസ്ലാമിന് വിരുദ്ധമാണോ ഇസ്ലാമിന് ശരിയാണോ എന്നുള്ളതല്ല. അല്ലാപ്പിച്ച മൊല്ലാക്കയുടെ 3 ദിവസമായിട്ട് ബാങ്ക് വിളിച്ചില്ല, അതാണ് പ്രശ്നം. ആ വൈകാരികതയുടെ മുകളിലാണ് അയാൾ വന്ന് വിളിക്കുന്നത്. അത് കേൾക്കുന്നവനാണ് പടച്ചവൻ. ആ ബാങ്ക് കേൾക്കുന്നവനാ പടച്ചവൻ. അയാളുടെ ആത്മാർത്ഥതയാണത്, അയാളുടെ ജീവിതമാണ് അയാൾ സമർപ്പിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നൈസാമിനെ അടുത്ത മൊല്ലാക്കാക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്നാണ്. അവൻ അവസാനം ഇത് ഏൽപ്പിച്ച പണി ചെയ്തില്ല എന്നുള്ള അതിനകത്ത് നിന്നുള്ള അയാളുടെ പടച്ചവനോടുള്ള സമർപ്പണമാണ്. യഥാർത്ഥത്തിൽ എന്താണ് മതം, എന്താണ് വിശ്വാസം? അത് ഈ പരമകാരുണികനായ ദൈവവുമായിട്ടുള്ള ഈ മനുഷ്യൻ്റെ അപാരമായ ആത്മാർത്ഥമായ ബന്ധമാണോ, അതോ അതിർവരമ്പുകൾക്കകത്ത് നിർണയിക്കപ്പെട്ടിരിക്കുന്ന അനേകം ഈ പൊളിറ്റിക്കൽ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന ന്യായാന്യായങ്ങളുടെ മതബോധമാണോ എന്ന ചോദ്യം ഇന്നത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ ചോദ്യമാണ്.
രാഷ്ട്രീയ ഹിന്ദുത്വം നിർണ്ണയിക്കുന്ന ഏതോ ഒരു ഹിന്ദു. അത് ഇവിടുത്തെ ഈ കഥയിൽ കാണുന്ന അനേകം കഥാപാത്രങ്ങളുണ്ടല്ലോ, അപ്പുക്കിളി, അല്ലെങ്കിൽ ഇവിടുത്തെ അനേകം ഇവിടുത്തെ ഹിന്ദു കഥാപാത്രങ്ങൾ, ഖസാക്കിൽ വിജയൻ ചിത്രീകരിക്കുന്ന ഹിന്ദു കഥാപാത്രങ്ങളൊന്നും രാഷ്ട്രീയ ഹിന്ദുവിൻ്റെ ഹിന്ദു അല്ല. അത് സവർക്കർ കൃത്യമായി നിർവചിക്കുന്ന വേറൊരു ഹിന്ദുവാണ്. അത് ഇവരുമായിട്ട് യാതൊരു ബന്ധമില്ല. അത് ഈ ഭൂമിയെ പുണ്യഭൂമിയും പിതൃഭൂമിയുമായി കാണുന്ന വേറൊരു ഹിന്ദുവാണല്ലോ. പിതൃഭൂമിയോ മാതൃഭൂമിയോ എന്തോ ആയിക്കോട്ടെ, പക്ഷെ പുണ്യഭൂമി, ഹോളി ലാൻഡ് എന്ന് പറയുന്നത് വേറൊരു പ്രയോഗമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവരുന്നയിക്കുന്ന ഭാരതവർഷത്തെ പുണ്യഭൂമിയായി കാണണം. അപ്പൊ പിന്നെ മക്ക പുണ്യഭൂമിയായി കാണുന്നവൻ ഇന്ത്യക്കാരനല്ല, ജെറൂസലേം പുണ്യഭൂമിയായി കാണുന്നവനും ഇന്ത്യക്കാരനല്ല. അത് ജെറൂസലേം പുണ്യഭൂമിയായി കാണുന്നവർക്ക് ഇന്നും മനസ്സിലാവാത്ത പ്രശ്നമാണ് കേരളം അഭിമുഖീകരിക്കുന്നത്. അതാണല്ലോ വേറെ പ്രശ്നം. ഞാൻ അതിൻ്റെ പൊളിറ്റിക്സിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ഒരു വിഷയമേ അല്ലാത്ത മറ്റൊരു ലോകം നമ്മൾ ഖസാക്ക് കാണുകയാണ്. യഥാർത്ഥത്തിൽ സാഹിത്യകൃതി ചെയ്യുന്ന ഏറ്റവും വലിയ ധർമ്മം എന്താണെന്നുള്ളതിൻ്റെ ഉത്തരം അതാണ്. ഇന്നത്തെ കുട്ടികൾ വരെ ഖസാക്ക് വായിക്കുന്നു. ഇപ്പം നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ പോലും വളരെ ചെറുപ്പക്കാരായ ചില കുട്ടികൾ ഇവിടെ വന്ന് കണ്ടുപോകുന്ന നിങ്ങൾ കണ്ടു കാണും. അവർ വന്ന് വിജയൻ്റെ ഈ സ്ഥലം സന്ദർശിച്ച് അവർ ആ നോവൽ വായിച്ചതിൽ നിന്ന് ഇവിടെ വന്ന് കണ്ടുപോകുന്നത്, ഇന്ന് ഈ കൃതി വായിക്കുമ്പോഴും ഇങ്ങനെ ചിലത് അവരോട് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്തായിരുന്നു ഈ നാട്, ഈ നാട്ടിലെ മനുഷ്യരെന്തായിരുന്നു, അവരെങ്ങനെയാണ് ജീവിച്ചത്, അവർ തമ്മിൽ എന്താണ് പങ്കിട്ടത്, അവർ പങ്കിട്ട സ്നേഹവും വെറുപ്പും ക്രൂരതയും ദേഷ്യവും ഇതെല്ലാം മനുഷ്യവികാരങ്ങളാണല്ലോ. നമ്മൾ കവിതയിൽ ഇടശ്ശേരി പറയുന്നുണ്ട്, ക്രൂരതയെ നീതാനത്രേ ശാശ്വത സത്യം, നിന്റെ തേരെ ഞാൻ ദയാപൂർവം എറിയട്ടെ ഹേ ദയാമയൻ എന്ന സമ്പുദ്ധി ഇടശ്ശേരി പറയും. ക്രൂരത എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ മറുപുറം മാത്രമല്ല, സ്നേഹത്തിൻ്റെ വേറൊരു ഭാഗം കൂടിയാണ്. ഇതെല്ലാം ചേർന്ന മനുഷ്യജീവിതമുണ്ട്. ഈ മനുഷ്യജീവിതത്തിനകത്ത് അനേകം മൂല്യങ്ങളും മൂല്യവിരാസങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു വല്ലാത്ത ഛായാപടമായിരുന്നു പൂർവ്വ കേരളത്തിലുണ്ടായിരുന്നത്. അതിനെയാണ് ആധുനികത പുനർനിർമ്മിച്ചത്, അഥവാ സാമൂഹ്യ വിപ്ലവങ്ങൾ പുനർനിർമ്മിച്ചത് ഒക്കെ. അല്ലാതെ രാഷ്ട്രീയ ഹിന്ദുത്വം മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാജ്യം ഇന്നലെയും ഉണ്ടായിരുന്നില്ല, ഇന്നുമില്ല. നാളെ അങ്ങനെ ആക്കി തീർക്കാൻ അവർ ശ്രമിക്കുന്നു. അതേപോലെ തന്നെ ഹുക്കുമത്ത് ഇലാഹി നടപ്പിലാക്കാനായിട്ടുള്ള ഒരു നാടായിട്ട് ഇന്ത്യ പരുവപ്പെടാനുള്ള ഇന്ത്യ ഇന്നലെയും ഇല്ല. അങ്ങനെ ഒരു ഇന്ത്യ ഉണ്ടെന്ന് ആദ്യകാലത്ത് മൗദൂദി എഴുതുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു ഇന്ത്യ ഉണ്ട്, ഇപ്പോഴും 40% സാധ്യതയുണ്ടെന്ന് എഴുതുന്ന ഒരു പ്രബന്ധമൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഒരു ഇന്ത്യ അദ്ദേഹം സ്വപ്നം കാണുന്ന ഇന്ത്യ ഇന്നലെയും ഇല്ല, ഇന്നുമില്ല, നാളെ അത് സാധ്യവുമല്ല. ഈ യാഥാർത്ഥ്യത്തെയാണ് യഥാർത്ഥത്തിൽ ഖസാക്കിനെ പോലെയുള്ള നോവലുകൾ നമ്മളോട് സംസാരിക്കുന്നത്. അപ്പം നമ്മൾ സംസാരിച്ച് വെച്ചത് നമ്മളെ ഖസാക്കിലെ കഥാപാത്രങ്ങളെ സംബന്ധിച്ച്. അപ്പം അതിൽ ആ കഥാപാത്രങ്ങളുടെ ഒരു വൈവിധ്യം, അതിലെ പേരുകളുടെ ഒരു സൗന്ദര്യം, അത് സംവേദനം ചെയ്യുന്ന അതിൻ്റെ ഭാഷ, പിച്ച മുല്ലാക്ക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വരദാനം അല്ലെ, പിച്ച എന്ന് പറയുന്ന ആ ഒരു വാക്ക്. അപ്പം ഇങ്ങനെ തുടങ്ങിയുള്ള കഥാപാത്രത്തിലെ ആ വൈവിധ്യത്തെ സംബന്ധിച്ച് എങ്ങനെയാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക? അത് സത്യത്തിൽ വിജയൻ ചെയ്യുന്നത് ഈ കഥാപാത്രങ്ങളുടെ പേരുകൾ ആ മൊത്തം ക്യാൻവാസിനോട് ചേരുന്ന രീതിയിൽ ഉള്ള പേരുകളാക്കി മാറ്റുക കൂടിയാണ്. ഇത്തരത്തിലുള്ള അനേകം പേരുകൾ പണ്ട് മുമ്പതിലെ കിഴക്കൻ പാലക്കാടുണ്ട്. പക്ഷെ അത്തരം പേരുകളെ ആ നോവലിന് അനുയോജ്യമായ രീതിയിൽ വേറൊരു നിലയ്ക്ക് ബിൽഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു അപാരമായ സർഗാത്മകത വിജയൻ അതിനകത്ത് ചെയ്യുന്നുണ്ട്. പല്ലാപ്പിച്ച മൊല്ലാക്കയാണെങ്കിലും ഈ ഇവിടെ വരുന്ന മൊല്ലാക്കന്മാരൊക്കെ മൊല്ലാക്കയായി ഇവിടേക്ക് വരുന്നവരല്ല, മറിച്ച് അനാഥരായി ഒക്കെ ഇവിടേക്ക് അലഞ്ഞു തിരിഞ്ഞു വരുന്ന മനുഷ്യരെ ഇവിടെ ആരാണോ മൊല്ലാക്ക അയാളെടുത്ത് വളർത്തുകയും വളർന്നു വരുമ്പോൾ അയാളെ ക്രമേണ അയാളെ അടുത്ത മൊല്ലാക്കയായി മാറ്റുകയാണ് ചെയ്യുന്നത്. വാവരു മൊല്ലാക്ക എന്നാണ് അല്ലാപ്പിച്ച മൊല്ലാക്കയുടെ മുൻ മൊല്ലാക്കയുടെ പേര്. വാവരു മൊല്ലാക്ക, നിങ്ങൾ ആലോചിക്കണം ആ പേരിന്റെ ഒക്കെ ഒരു പ്രാധാന്യം. അവിടുന്ന് അല്ലാപ്പിച്ച മൊല്ലാക്ക എന്ന് പറഞ്ഞപ്പോഴേ ഇപ്പോ ഈ വാവരുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം നടക്കുന്നത്. അതിൽ സംഘപരിവാർ ഉയർത്തുന്ന ഒരു ചോദ്യം, ഈ വാവര് എന്നുള്ളത് കേരളത്തിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ ആകെ ഒരാൾക്കേ ഉള്ളൂ. അതിനർത്ഥം തന്നെ അത് അങ്ങനെ മുസ്ലിങ്ങൾക്കിടയിൽ സാർവത്രികമായ ഒരു പേരല്ലാത്തത് കൊണ്ട് ആണ്. അതെന്തല്ല മുസ്ലിങ്ങളോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു കഥാപാത്രമല്ല എന്ന് പറയുന്നുണ്ട്. ഹിന്ദുത്വ നരേഷന്റെ ഭാഗമാണ്. അവരിപ്പോ വാവരെ എവിടുന്ന് പുറത്താക്കുക എന്നുള്ളത് അവരുടെ ആവശ്യമാണല്ലോ. അത് കേരളത്തിലെ എല്ലാ മിത്തുകളെയും ഈ രീതിയിൽ പുനർവായിക്കുന്ന, പൂർണ്ണമായി ഹൈന്ദവവൽക്കരിക്കാൻ പറ്റുന്ന കഥകൾ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമാണ്. സത്യത്തിൽ
പഴയ ഖസാക്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, രാഷ്ട്രീയ ഹിന്ദുത്വത്തിന് ഒരു തരി ഇടമില്ലാത്തൊരു ഭൂമിയാണ് ഖസാക്ക്. മറ്റേ അല്ലാപ്പിച്ച മല്ലാക്ക സ്കൂളിൽ പോവോ എന്നുള്ള കാര്യത്തിൽ കുഞ്ഞാമിനെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. നിങ്ങളെ നോവൽ വായിച്ചാണ്, സ്കൂളിൽ പോവരുത് പുതുതായി ഉണ്ടാക്കുന്ന സ്കൂളിൽ. അപ്പോൾ ആദ്യം സത്യം ചെയ്യിപ്പിക്കുക മറ്റേ മിയാൻ ഷെയ്ഖിനെ വെച്ചിട്ടാണ്. സയ്യിദ് മിയാൻ ഷെയ്ഖിൻ്റെ പേരിൽ സത്യം ചെയ്യും, കാഫ്രീങ്ങൾ പഠിപ്പിക്കുന്ന സ്കൂളിൽ പോവില്ല എന്ന് സത്യം ചെയ്യും. പിന്നെ അത് പോരെങ്കിൽ പിന്നെ പോതിയുടെ പേരിൽ സത്യം ചെയ്യാം. ഈ പോതിയും മറ്റേ മിയാൻ ഷെയ്ഖും ഇവിടെയുള്ള നല്ലമ്മ എന്നുള്ള പേരിലൊരു പഴയ ദുർഗ അല്ലെങ്കിൽ ഭഗവതി രൂപമായിട്ടുള്ള നല്ലമ്മയുടെ ആരാധനയും ഒക്കെ കൂടിക്കലർന്ന, യഥാർത്ഥത്തിൽ അത് പഴയ കേരളത്തിൻ്റെ ഒരു ചിത്രമാണ്. ഞാൻ വേറൊരു തരത്തിലാണ് അതിനെ കാണാറുള്ളത്. കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു ചരിത്രം നിങ്ങൾക്ക് അറിവുള്ളതായിരിക്കും. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഇസ്ലാമിൻ്റെ ആദ്യകാല പ്രയാണങ്ങൾ മുതലുള്ള ചരിത്രം എടുത്തു കഴിഞ്ഞാൽ അബീസീനിയയിലേക്കുള്ള ആദ്യത്തെ യാത്ര, അത് സിറിയയിലേക്കുള്ള ആ യാത്ര പൂർണ്ണമായിട്ടൊരു വിജയമായിരുന്നില്ല. ഞാൻ നിങ്ങളോട് വിവരിക്കേണ്ടതില്ല. ആ 2 യാത്രകൾ കഴിഞ്ഞാൽ ലോക ചരിത്രത്തിൽ തന്നെ, ലോകത്തിലെമ്പാടുമുള്ള ഇസ്ലാമിൻ്റെ യാത്രയിൽ തന്നെ പൂർണ്ണമായും സ്വാഗതം ചെയ്യപ്പെട്ട ഒരു സ്ഥലം കേരളമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. കേരളത്തിൽ ആ കാലത്ത് വരുമ്പോൾ സാമൂതിരി പൂർണ്ണമായും തുറന്ന മനസ്സോടെ, നമുക്ക് മാലിക് ദിനാറിൻ്റെ കഥയോ മിത്തോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മാറ്റിവെക്കാം, പക്ഷേ ഇവിടേക്ക് വരുന്ന ഇസ്ലാം മതത്തെ സ്വീകരിക്കുന്നത് സമ്പൂർണമായ സ്വാഗതത്തോടു കൂടിയാണ്. വലിയ സ്ഥാനം കിട്ടുന്നു. ജിഫ്രി തറവാട് നമുക്കറിയാമല്ലോ, അതിൻ്റെ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തിൽ ഇസ്ലാമിലേക്ക് ചേരുന്ന ആളുകൾക്ക് വേണ്ട ധനസഹായങ്ങൾ മുതൽ അവർക്ക് പാർക്കാനുള്ള പുരകൾ മുതൽ ഇസ്ലാമിലേക്ക് മതം മാറ്റത്തെ പൂർണ്ണമായും സമ്മതിക്കുകയും അനുകൂലിക്കുകയും ചെയ്യുന്ന നിലപാട് മുതൽ അക്കാലത്തെ കോഴിക്കോട്ടെ മലബാറിൻ്റെ ഒരുപാട് രേഖകളുണ്ട്. അതിലുടനീളം നമുക്കത് കാണാം. അതുകൊണ്ട് തന്നെ കേരളത്തിലെ മുസ്ലിം സമൂഹം എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യൻ മുസ്ലിമിനെ പോലെയല്ല ജീവിച്ചത്. പേർഷ്യൻ ഭാഷ പഠിക്കുക, പൊതു സമൂഹത്തിൻ്റെ ജീവിതക്രമങ്ങളിൽ നിന്ന് ആകെ മാറി നിൽക്കുക, അത്തരം ശീലങ്ങൾ കൂടെ അല്ല മലയാളി മാപ്പിള എന്ന് പറയുന്ന ഈ രൂപം കടന്നു പോകുന്നത്. അത് പൊതു മലയാളിയോട് പാലിൽ പഞ്ചസാര പോലെ ലയിച്ചൊരു സമൂഹമാണ്. മലയാളി മാപ്പിളയ്ക്ക് ഒരു പ്രത്യേക സ്വത്വം തന്നെയുണ്ട്, ഒരു പ്രത്യേക സ്വത്വം തന്നെയുണ്ട്. അത് ഇവിടെയുള്ള പൊതുസമൂഹത്തോട് ചേർന്നാണ് ജീവിച്ചു പോകുന്നത്. അതിനോട് അവരിവിടുത്തെ ആളുകളല്ല എന്ന നിലയ്ക്ക് ആദ്യമായി പ്രഖ്യാപിക്കുന്നത് ബ്രിട്ടീഷുകാരാണ്. അത് എന്താന്ന് വെച്ചാൽ 4ാം ശ്രീരംഗപട്ടണം വാർ, ദ ലാസ്റ്റ് ശ്രീരംഗപട്ടണം വാറിൽ മറ്റേ ടിപ്പു വീഴുന്നു. ടിപ്പു വീണതിന് ശേഷം ടിപ്പു ആയിരുന്നല്ലോ അവരുടെ ഏറ്റവും വലിയ പേടി സ്വപ്നം എന്ന് പറയുന്നത്. വെല്ലസ്ലീനെ അവരെ ഇറക്കിയിട്ടാണ് ടിപ്പുവിനെ നേരിടുന്നത്. ടിപ്പു വീഴുന്നു. മറ്റേ PK ബാലകൃഷ്ണന്റെ ഭാഷയെ പറഞ്ഞാൽ ടിപ്പു വീഴാതെ ബ്രിട്ടീഷ് പതാക പൊങ്ങുമായിരുന്നില്ല എന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ ടിപ്പു വീണതിന് ശേഷം ടിപ്പു ഭരിച്ച നാടുകളിൽ എമ്പാടുമുള്ള മുസ്ലിങ്ങളെ കുറിച്ച് ഈ ഭീതിയും ആ ഭീതിയിൽ നിന്നുണ്ടാക്കുന്ന കടുത്ത വിരോധവും ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്നു. അപ്പം മലബാർ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് തീവ്രവാദികളാണ്, അവർ സാമൂഹ്യദ്രോഹികളാണ് എന്ന നിലയ്ക്കുള്ളൊരു ചിത്രം ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് നമ്മൾ കാണുന്നത് തുടർന്ന് ചരിത്രത്തിലുടനീളമുള്ള ഇവിടെ സംഭവിച്ചിരിക്കുന്ന മുസ്ലിം സമരങ്ങളുടെ മുഴുവൻ ചരിത്രം. അനേകം സമരങ്ങളുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അത് നമ്മൾ ഫസൽ പൂക്കോ മമ്പറം തങ്ങളിൽ നിന്ന് ആരംഭിക്കുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരുപാട് സമരങ്ങൾ നടക്കുന്നു. അപ്പം അതിലെന്താണ്, ഒരേ സമയം ഇവിടുത്തെ ബ്രാഹ്മണിക്ക് അധികാരം മലയാളി മുസ്ലിമിനോടൊപ്പം ഇല്ല. അതേസമയം തന്നെ ഇവിടെയുള്ള ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബ്രിട്ടീഷുകാരും ഒപ്പമില്ല. നമുക്കൊപ്പം ആരാണുള്ളത് എന്ന ചോദ്യം അന്ന് മമ്പറം തങ്ങൾ തന്നെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാവുന്നതാണ് എൻ്റെ ചരിത്രം മുഴുവൻ, ഞാൻ വിവരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെയുള്ളവരല്ല മുസ്ലിങ്ങൾ ഇവിടെയുള്ള ഒരു അന്യപദാർത്ഥമാണ് എന്ന ചിത്രം, എന്നൊരു ഹൈപ്പോത്തിസിസ് അവതരിപ്പിക്കുന്നത് ബ്രിട്ടീഷുകാരാണ്. ആ ബ്രിട്ടീഷുകാരുടെ അതേ വാദത്തെ പുനർനിർമ്മിക്കുകയാണ് ഹിന്ദുത്വം ചെയ്യുന്നത്. നിങ്ങൾ ഖസാക്കിൽ നോക്കിയാൽ, ഖസാക്കിൽ ഇവിടെയുള്ള സാമാന്യ ജീവിതവുമായി ലയിക്കുകയാണ്. ഇവിടെയുള്ള ശിവരാമൻ നായരും അനേകം മനുഷ്യരുണ്ട്. ഏതാണ്ട് ഹിന്ദുത്വവാദത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ടുള്ള ശിവരാമൻ നായർ. ഹിന്ദുത്വവാദം എന്നതിനെ നമുക്ക് വിളിച്ചുകൂടാ, മറിച്ച് ഒരു ഹിന്ദുയിസം. അവരൊക്കെ ബൗദ്ധന്മാരാണ്. അദ്ദേഹം മുസ്ലിങ്ങളെ വിളിക്കുന്നത് ബൗദ്ധന്മാർ എന്നാണ്. ബൗദ്ധന്മാരെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ലോകം അദ്ദേഹം സ്വപ്നം കാണുന്നുണ്ട് വലിയ തോതിൽ. പക്ഷേ ഹിന്ദുത്വത്തിന്റെ ഒരു തിയററ്റിക്കൽ ഫ്രെയിംവർക്കൊന്നും ആ ഗ്രാമീണന്റെ മനസ്സിലുണ്ടെന്ന് ആരോപിക്കുന്നത് കൂടുതലുമായിരിക്കും. അതൊന്നുമില്ല. ഒരു സാമാന്യമായ പഴയ ഹിന്ദു വർഗീയതയുടെ ഒരു ചെറിയ രൂപം നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. പക്ഷെ പൊതു ഖസാക്ക് അതല്ല. അവിടെ ഇവരെല്ലാം ചേർന്ന് ജീവിക്കുകയാണ്. ഇവരെല്ലാം തമ്മിൽ ആരാധന പങ്കിടുകയാണ്. ഇതെനിക്ക് വളരെ സ്വാഭാവികം. ഇപ്പം ഞാൻ ജനിച്ചു വളരുന്ന നാട്ടിൽ
ഞങ്ങളുടെ അടുത്താണ് ഒടവല മഖാം. ഉടമല ഫരീദ് എന്ന് പറയുന്നത് ഞങ്ങളുടെയും ദൈവമായിരുന്നു. കുട്ടിക്കാലത്ത് എൻ്റെയൊക്കെ വീട്ടിൽ കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ നാട്ടിലുള്ള ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമുണ്ട്, അവിടെയുള്ള എരയങ്കലം സുബ്രഹ്മണ്യ സ്വാമിക്ക് എന്തെങ്കിലും വഴിപാട് നേരും. ആ വഴിപാടിനോടൊപ്പം പിന്നെ നേരെ ഒടോലപ്പരിയക്ക് ആണ്. ഈ ഒടോലപ്പരിയും സുബ്രഹ്മണ്യനും ഒക്കെ തമ്മിൽ വലിയ ഡിഫറൻസ് ഹിന്ദു വീടുകളിലും ഉണ്ടായിരുന്നില്ല, മുസ്ലിം വീടുകളിലും ഉണ്ടായിരുന്നില്ല. ഇതൊരു ഒരു ജീവിതക്രമമായിരുന്നു. ഈ ജീവിതക്രമത്തിന് നേരെ ഞാൻ കരുതുന്നത് അത്തരത്തിൽ ഖസാക്കിലൊക്കെ നമ്മൾ കാണുന്ന ഒരു ജീവിതക്രമം മലയാളിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മതനിരപേക്ഷതയിലേക്കുള്ള സഞ്ചാരത്തിൽ ഈ നോവൽ പറയുന്ന മലമ്പുഴ അണക്കെട്ടുണ്ടാവുന്ന ആധുനികതയുടെ ഭരണഘടനാ നിർമ്മിതിയുടെ ഒരു ചരിത്രഘട്ടത്തിലേക്ക് എത്തുമ്പോൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇപ്പം സനാഉള്ള മക്തി തങ്ങളെ പോലുള്ള ആളുകൾ ഇസ്ലാം സമുദായത്തിനകത്ത്, അല്ലെങ്കിൽ അയ്യങ്കാളിയോ മുതലൊക്കെയുള്ള പൊയ്കയിലപ്പച്ചൻ, KP കറുപ്പൻ, വള്ളോൻ, സഹോദരൻ അയ്യപ്പൻ, നാരായണഗുരു, ഈ സാമൂഹ്യ വിപ്ലവങ്ങളുടെ പശ്ചാത്തലത്തിന് അതിനു മുൻപ് മുതലേ രൂപപ്പെട്ട ഈ അമാൽഗം, ഈ ഒരു കൂടിക്കലർപ്പ് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്നു. അതിന് നേരെയാണ് രണ്ടു വഴിക്കും ഭീഷണികൾ. ഒരു വഴിക്ക് ഹിന്ദുത്വ രാഷ്ട്രീയം ഭീഷണി നടത്തുന്നു, മറുവഴിക്ക് പൊളിറ്റിക്കൽ ഇസ്ലാം ഇതേ പണി വേറൊരു വഴിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. ഈ കുളം ഇങ്ങനെ തന്നെയാണ് അല്ലേ? അതോ ഇത് വളരെ പഴയൊരു കുളമായിട്ടായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്. ഇത് പിന്നെ ഇതിന്റെ നവീകരണത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്കിത് ഇങ്ങനെ ആക്കാൻ പറ്റിയത്. യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ഈ കുളം ഈ വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്ന ഉപയോഗയോഗ്യമല്ല. നിലവിൽ ഇത് ഉപയോഗയോഗ്യമായൊരവസ്ഥയിലല്ല കിടക്കുന്നത്. ഇത് നോവലിനെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലെ മൈമുന എന്ന് പറയുന്ന കഥാപാത്രം, ആകാശ് അല്ലാപ്പിച്ച മുല്ലാക്കയുടെ ഒരു ഏക മകൾ വന്ന് കുളിക്കുന്ന ഒരു രംഗമൊക്കെ ഉണ്ട്. ആ നോവലിലൊരു 2ാം അധ്യായത്തിലെ പ്രധാന ഭാഗമാണല്ലോ. അപ്പം മൈമുന വരുന്ന കുളമാണ്. അതോടൊപ്പം ഈ അറബിക്കുളം എന്ന് പറയുന്ന അറബികൾ മുൻപ് വന്ന് ഒരുപാട് തലവെട്ടിയ ഒരു മിത്തുണ്ട് ഈ കുളത്തിൽ. അപ്പം ആ തലവെട്ടിയ സംഭവം നടന്ന കുളമാണ്. ഈ കുളത്തിൻ്റെ കരയെ പറ്റിയും ഇവിടെയുള്ള ചരാചരങ്ങളെ പറ്റിയിട്ടുള്ള ഒരുപാട് സൂചനകളുണ്ട്. മണ്ഡലികളും ഇവിടെയുള്ള മീനുകളും ഇതിനു ചുറ്റുമുള്ള ചെടികളും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ ഭൂപ്രകൃതിയും ഈ കുളവും ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. നൈസാമലിക്ക് കല്യാണം കഴിച്ചു കൊടുക്കണം എന്നായിരുന്നു അല്ലാപ്പിച്ച മുല്ലാക്കയുടെ ആഗ്രഹം. പക്ഷേ നൈസാമലി പല വഴിക്ക് പോയി അവസാനം മുങ്ങാങ്കുഴി എന്ന് പറയുന്ന ഒരാൾക്കാണ് മൈമുനയെ കെട്ടിച്ചു കൊടുക്കുന്നത്. എത്രയോ പ്രായം കൂടിയ. അപ്പം അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളുമായി ബന്ധപ്പെട്ടൊരു കുളമാണ്. അപ്പം അതുകൊണ്ട് ഇത് ഇതേപോലെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ അനിവാര്യമായതുകൊണ്ടാണ്. ആ ഒരു മിത്തിലായിരിക്കും ഇതിന് അറബിക്കുളം എന്ന് പേര്. അതെ, അങ്ങനെയാണ് ഇതിന് അറബിക്കുളം എന്ന് പേര് വരുന്നത്. പള്ളിക്കുളം എന്നും പറയാറുണ്ട്. പള്ളിക്കുളം എന്നാണ് ഇത് ബേസിക്കലി പള്ളിക്കുളം അടുത്തായതുകൊണ്ട് അറബിക്കുളം എന്ന് വിളിക്കുന്നത് ഈ മിത്തിന്റെ അടിസ്ഥാനത്തിൽ ആ നോവലിൽ വന്നിരിക്കുന്ന ഒരു പേരാണ്. എല്ലാ മിത്തുകളും ഇവിടെ ഉണ്ടായിരുന്ന മിത്തുകളായിട്ട് കാണരുത്. അത് വിജയന്റെ ഭാവനയിലാണ് കുറെ മിത്തുകൾ. ഇവിടെ ഈ ഒരു നാടിന്റെ മിത്തുകൾ മാത്രമല്ല, വിജയന്റെ മനസ്സിൽ രൂപപ്പെട്ടു വന്ന ഭാവനയുടെ ഭാഗമായി ഉണ്ടായതാണ്. തസ്രാക്ക് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മൂലം മാത്രമാണ്, അതിൻ്റെ ഒരു ബേസ് മാത്രമാണ്. അവിടെ നിന്ന് തസ്രാക്കിൽ നിന്ന് ഖസാക്കിലേക്കൊരു ദൂരമുണ്ട്. അതിനെ വളരെ വിശദമായി പഠിച്ച ഒരുപാട് പേരുണ്ട്. ഒരേ സമയം ഇതിൻ്റെ യാഥാർത്ഥ്യത്തെയും അപ്പുറത്ത് നിൽക്കുന്ന ഖസാക്കിനെയും പഠിച്ച ഒരുപാട് നിരൂപകരുണ്ട്. ഇപ്പം ഖസാക്കിലെ മനുഷ്യർ മുഴുവൻ എവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്? ഇങ്ങനൊരു ചോദ്യം NS മാധവനാണ് ഒരുപാട് കാലത്തിന് ശേഷം ഖസ്രാക്കിലെ ചോറ്, ഖസ്രാക്കിൽ എങ്ങനെ മനുഷ്യർ ഭക്ഷണം കഴിച്ചു, ഇത്രയും മിത്തിക്കലായി പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു സ്ഥലത്തെ വർഗപരമായും യാഥാർത്ഥ്യപരത്തിലും നിന്ന് അടയാളപ്പെടുത്തുന്നത് എന്നുള്ള അങ്ങനെ അനേകം അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മൾ ഖസാക്കിനെ പറ്റി സംസാരിക്കുമ്പോൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി തന്നെ എന്ത് പറയണം എന്നതാണ്. കാരണം പറയാവുന്നത് എത്രയോ പറഞ്ഞു കഴിഞ്ഞൊരു നോവലാണ്. അതെ അതെ അതെ. ഖസാക്ക് ഒരു സാങ്കല്പിക പേരല്ലേ? അതെ അതെ, തീർത്തും. ഖസാക്കിന്റെ പേര് എങ്ങനെയാണ് ശരിക്കും? ആ പേരിന് ഇപ്പോ തസ്രാക്ക് ആണെങ്കിലും ഖസാക്ക് ആണെങ്കിലും വിജയം സൃഷ്ടിച്ച ഖസാക്ക് ആണെങ്കിലും ഒരു അസൂയപ്പെടുത്തുന്ന ഒരു പേരാണ്. കാരണം ഒരു ഗ്രാമത്തിനല്ലേ, നമ്മുടെ ഗ്രാമങ്ങൾക്കൊന്നും അങ്ങനെ ഒരു പേര് കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു നഷ്ടബോധം നമുക്ക് തോന്നുന്ന അല്ലേ ഒരു ഗ്രാമത്തിന് ഒരിക്കലും അല്ലെ കൈവരാൻ സാധ്യതയില്ലാത്ത അത്രയും മനോഹരമായ ഒരു പേര് തസ്രാക്കാണെങ്കിലും ഖസാക്കാണെങ്കിലും. ഇത് വളരെ പ്രാചീനമായി തന്നെ ഇവിടെ തസ്രാക്ക് എന്നുള്ള പേരുണ്ട്. ഇതിന്റെ കാരണം എന്താ വെച്ചാൽ ഇവിടെ മനുഷ്യർ സംസാരിച്ചിരുന്ന ഭാഷ, അപ്പോൾ ബഷീർ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷയോട് ഏതാണ്ട് ഒപ്പം നിൽക്കുന്ന സാമ്യമുള്ളൊരു ഭാഷയിലാണ് സംസാരിച്ചിരുന്നത്. അത് മലയാളത്തിൻ്റെയും തമിഴിൻ്റെയും ഒരു വലിയ എന്താ പറയുക കൂടിക്കലർപ്പും അതോടൊപ്പം അവർ സൃഷ്ടിച്ചെടുത്തിരിക്കുന്ന അനവധി ഭാഷാരൂപങ്ങളും ഒക്കെ അടങ്ങുന്നൊരു ഭാഷയാണ്. അപ്പോൾ ഴകാരം
ഉച്ചരിക്കാതെ ഴ എന്നുള്ള അക്ഷരത്തിനൊക്കെ പകരം ഷാ എന്ന് ഉച്ചരിക്കുന്ന ആളുകളാണ് ഈ നോവലിൽ കാണുന്നത്. മഴയ്ക്ക് പകരം മഷ എന്നാണ് പറയുക. അങ്ങനത്തെ ആളുകളാണ്. അപ്പം ഇവിടുത്തെ വേറെയും സ്ഥലപ്പേരുകൾ പലതും ഉണ്ട് കേട്ടോ. ഏതാണ്ട് ഇത്തരത്തിൽ നമുക്കൊരു തരം മിത്തിക്കലായിട്ട് തോന്നുന്ന സ്ഥലപ്പേരുകളിലൊരു സ്ഥലമാണ് കിഴക്കൻ പാലക്കാട്. അതുകൊണ്ട് ഇവിടെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം തസ്രാക്ക് എന്നുള്ള പേര് അത്ര കണ്ടൊരു എന്താ പറയുക, പുറത്തുനിന്ന് വരുന്ന നിങ്ങളെല്ലാവരെയും പോലെ ഒരു കൗതുകമില്ല അവർക്കില്ല. പക്ഷെ അതേസമയം തസ്രാക്ക് എന്നുള്ള പേര് നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ തസ്രാക്ക് എന്നൊരു തോന്നൽ ഉണ്ടാവുന്നത് സ്വാഭാവികത. ഭയങ്കര ഗരിമ, എന്തായാലും ഒരു മാജിക് ആണ് ആ പേര്. ഈ ഖസാക്ക് എന്നുള്ള പേര് തന്നെ ഒരു വലിയ മാജിക് ആയിട്ട് തന്നെ തോന്നിയിട്ടുള്ളത്. ഈ ഗ്രാമത്തിലേക്ക് വിജയന്റെ വരവ് എങ്ങനെയാണ്? എന്താണ് ഇതുമായുള്ള വിജയന്റെ ബന്ധം? അതെന്താന്ന് വെച്ചാൽ വിജയൻ ഇവിടെ വിക്ടോറിയ കോളേജിലാണ്, ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലാണ് പഠിക്കുകയൊക്കെ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെയൊക്കെ പഠനത്തിന്റെ ശേഷം അദ്ദേഹത്തിന്റെ സഹോദരി OV ശാന്ത ഇവിടെ തസ്രാക്കിൽ ജോലിയൊക്കെ ആയിട്ട്, ഇവിടെ അടുത്ത് ജോലിയൊക്കെ ആയിട്ട് തസ്രാക്കിൽ താമസിച്ചിരുന്നു. അപ്പോൾ ആ കാലത്ത് OV വിജയൻ സഹോദരിയോടൊപ്പം നിൽക്കാനായി വന്ന് കുറച്ചു കാലം നിന്നൊരു സ്ഥലമാണ് ഈ തസ്രാക്ക് എന്ന് പറയുന്നത്. അദ്ദേഹം ഈ ഞാറ്റുപുരയിലായിരുന്നു അന്ന് താമസിക്കുകയൊക്കെ ചെയ്തിരുന്നത്. അപ്പോഴല്ല ഖസാക്ക് എഴുതുന്നത്, അതിലൊക്കെ കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ടാണ്. അതിനുശേഷം വിജയൻ ഇവിടെ നിന്നൊക്കെ സഞ്ചരിച്ച് പിന്നീട് ഡൽഹിയിലെത്തി ജേർണലിസ്റ്റായി വിജയൻ്റെ ജീവിതത്തിൻ്റെ മറ്റൊരു സഞ്ചാരം നടക്കുകയാണ്. നമ്മളിപ്പോൾ ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അക്കാലത്ത് സാഹിത്യകാരന്മാരുടെ ഒരു കൂട്ടായ്മ അവിടെ രൂപപ്പെട്ടതിനെ പറ്റി പറയും. അതുപോലെ അക്കാലത്ത് മലയാള ആധുനികതയുടെ സാഹിത്യരംഗത്തെ ഒരുപാട് പ്രധാനപ്പെട്ട ആളുകളുടെ ഒരു കൂട്ടായ്മ രൂപപ്പെടുന്ന സ്ഥലമാണെന്ന് ഡൽഹി. വിജയനാണെങ്കിലും സേതു ആണെങ്കിലും മറ്റേ മുകുന്ദനാണെങ്കിലും അങ്ങനെ പലരും, സച്ചിദാനന്ദൻ മാഷ്, ആ ഒരു സ്ഥലരാശി വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ നിന്ന് അവരുടെ കൂട്ടായ ചർച്ചകൾ, അവിടെ നിന്നാണ് ഖസാക്ക് എന്നുള്ള നോവലിലേക്ക് എത്തുന്നു. ഖസാക്ക് അവിടെ വായിച്ച് കേൾപ്പിക്കുന്നു, അങ്ങനെ എത്തുന്നത്. അപ്പം ഇവിടെ ഉണ്ടായിരുന്ന കാലം കുറെ കൂടി മുൻപായിരുന്നു, വളരെ അത്ര ദീർഘമായൊരു കാലവുമല്ല. പക്ഷേ വിജയൻ ഇവിടെ താമസിച്ച ആ ഓർമ്മയെ മുൻനിർത്തിക്കൊണ്ട് പിന്നീട് സൃഷ്ടിച്ച ഒരു വല്ലാത്ത ഭാവനയുടെ ഛായാവടമാണ് നമ്മൾ ഖസാക്കിൽ കാണുന്നത്. അന്ന് അദ്ദേഹം ഇവിടെ താമസിക്കുമ്പോൾ കണ്ടുമുട്ടിയ മനുഷ്യർ അവരാണല്ലോ ഇതിലെ പല കഥകളായി മാറുന്നത്. അതെ അതെ. നമ്മൾ ഈ സംഭാഷണം അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഖസാക്കിൻ്റെ ഇതിഹാസം നമ്മൾ വായിച്ചു തുടങ്ങുമ്പോഴേ, ഇപ്പം നമ്മൾ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ അത്രയൊന്നും വിവേചനശേഷിയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലാത്തൊരു കാലത്ത് ഇത് വായിക്കുമ്പോൾ അതിലെ ലൈംഗികതയാണ് കുറച്ചുകൂടെ നമ്മളെ ആകർഷിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നതോ ആയൊരു ഭാഗം. പിന്നീട് നമ്മളതിൻ്റെ വായന അല്ലെങ്കിൽ ഒരു പുനർവായന അല്ലെങ്കിൽ കുറച്ചും കൂടെ മുതിർന്ന സമയത്ത് വായിക്കുന്ന സമയത്താണ് ഇപ്പോൾ സാറ് പറഞ്ഞ അല്ലെങ്കിൽ നമ്മളിപ്പോൾ സഞ്ചരിച്ച പല രീതിയിലുള്ള അതിൻ്റെ വശങ്ങളിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, സഞ്ചരിക്കുന്നു, ആലോചിക്കുന്നത് ചെയ്യുന്നു. അപ്പോൾ ഏതൊരു കൃതിയും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അതുകൊണ്ടുകൂടിയാണല്ലോ അതിൻ്റെ വായനയും പുനർവായനയൊക്കെ പ്രസക്തമാകുന്നത്. അപ്പോൾ നമ്മൾ ഇനി അവസാനിപ്പിക്കുമ്പോൾ ഈ ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം അല്ലെങ്കിൽ OV വിജയൻ മുന്നോട്ട് വെച്ച ഒരു സന്ദേശം, സാധാരണ പറയാറുണ്ട് ഓതർ ഇസ് ഡെഡ് എന്ന് നമ്മൾ പറയാറുണ്ട്. എഴുതി കഴിഞ്ഞാൽ പിന്നെ ഓതർ എന്ത് ചെയ്തു, മരണപ്പെട്ടു എന്ന്. പക്ഷെ എന്നാൽ പോലും ഇപ്പോൾ അതിൽ കേന്ദ്ര കഥാപാത്രം എന്ന് പറയാവുന്ന രവി, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വൈകാരിക വിക്ഷോഭങ്ങളിലൂടെ പോകുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു അസ്തിത്വ പ്രതിസന്ധിയെക്കുറിച്ച് വല്ലാതെ സംസാരിക്കുന്നു. അപ്പോൾ അതിലേക്കാണോ നമ്മൾ ഇത് ഫോക്കസ് ചെയ്യുന്നത്? അതല്ല, എല്ലാം ചേർന്ന ഒരു ലോകം. ഇപ്പോൾ വായനക്കാരൻ ഏതാണോ അതിൽ നിന്ന് പിക്ക് ചെയ്യാൻ കഴിയുന്നത് അത് എടുക്കുക എന്ന സ്വാതന്ത്ര്യത്തിന് വിടാണോ നമ്മൾ വേണ്ടത് എന്നതിന് ഏത് മഹത്തായ കൃതികൾക്കും ഈ എഴുത്തുകാരനെ കവിഞ്ഞു നിൽക്കുന്ന വലിയൊരു സ്വതന്ത്ര സഞ്ചാരത്തിൻ്റെ സാധ്യത ഉണ്ട്. നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് രവിയെ പ്രധാനമായിട്ട് ആദ്യം കണ്ടെന്ന് വരും. രവിയുടെ നോവൽ മാത്രമല്ല ഖസാക്ക്, രവിയല്ലാത്ത അനേകം കഥാപാത്രങ്ങളൊക്കെ അസാമാന്യമായ വ്യക്തിത്വ സവിശേഷതകളോടെ ഉയർന്നു നിൽക്കുന്ന ഒരു കൃതിയാണ്. അതിൽ ഓരോ ചെറിയ കഥാപാത്രങ്ങൾ വരെ അപാരമായ വ്യക്തിത്വം ഉള്ളതാണ്. അപ്പുക്കിളിയാണെങ്കിലും മുങ്ങാങ്കോഴിയാണെങ്കിലും ചുക്രു ആണെങ്കിലും മാധവൻ നായരാണെങ്കിലും ഏത് ക്യാരക്ടറും എടുക്കും, മൈമുനയാണെങ്കിലും. ഈ കഥാപാത്രങ്ങൾ പലതരത്തിലുള്ള കഥാപാത്രങ്ങൾ, അതിന് പുറത്ത് നിൽക്കുന്ന ഈ ഭൂപ്രകൃതി, ചെതലിമല മുതൽ കൂമങ്കാവ് വരെയുള്ള ഈ സ്ഥലരാശി എന്ന് പറയുന്ന ഖസാക്കൊക്കെ അടങ്ങുന്ന സ്ഥലരാശി, അതിന് കുറച്ച് ദൂരെ നിൽക്കുന്ന പാലക്കാട് എന്ന് പറയുന്നൊരു നഗരം, ഈ അന്തരീക്ഷം മൊത്തം ഇതിനകത്തൊരു കഥാപാത്രത്തെ പോലെ തന്നെ വർത്തിക്കുന്നു. അവിടെ ഉണ്ടാവുന്ന അനേകം ചരാചരങ്ങൾ, ജീവികൾ,
ഇവയെല്ലാം ഈ നോവലിലേക്ക് കടന്നു വരുന്നു. ഇതിൻ്റെ എല്ലാം വീക്ഷണകോണിലൂടെ നമുക്ക് ഈ നോവൽ പിന്നീട് വായിക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ പറഞ്ഞ പോലെ ഈ നോവലിൻ്റെ ആദ്യ വായനയിൽ ചിലപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളമെങ്കിലും, അപ്പം എനിക്ക് തോന്നുന്നത് ലൈംഗികതയെ പറ്റിയിട്ടുള്ള ആദ്യ ധാരണകൾ ശക്തിപ്പെടുന്നതിന് മുമ്പാണ്, വളരെ ചെറുപ്പത്തിലാണ് ഞാൻ ഈ ഖസാക്ക് വായിക്കുന്നത്. അന്ന് തന്നെ ആദ്യഘട്ടത്തിൽ അതാകർഷിക്കാവുന്നൊരു പ്രായത്തിൽ പോലും ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അന്ന് എന്നെ ആകർഷിച്ചത് ചിലപ്പോൾ ഈ നോവലിലെ പല അന്തരീക്ഷവും അതിലെ ആ ഒരു പ്രത്യേകതരം സ്ഥലം, ഒരപാര ഭാവനയുടെ ഒരു സ്ഥലം, അതാണ് എന്നെ അന്ന് ആകെ കുട്ടിക്കാലത്ത് ആകർഷിച്ചൊരു ഘടകം ഉണ്ടാവുക. പക്ഷെ പിന്നീട് നമുക്ക് വായിക്കുമ്പോഴറിയാം ഈ നോവലിനകത്ത് ശരി തെറ്റ്, നന്മ തിന്മ, പാപം പുണ്യം തുടങ്ങിയ കാര്യങ്ങളെല്ലാം അത് പ്രോബ്ലമറ്റൈസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം അത് മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു തരം മൂല്യസങ്കല്പത്തിൻ്റെ വേറൊരു ഛായാപടം, അത് എല്ലാ സാമ്പ്രദായിക മൂല്യസങ്കല്പങ്ങളോട് യോജിച്ചെന്ന് വരില്ല. ഇപ്പം രവി ഇവിടെ വരുന്നത് തന്നെ ലൈംഗിക പാപങ്ങളുടെ പശ്ചാത്താപവുമായിട്ടാണ്. രണ്ടാനമ്മയുമായിട്ടുണ്ടായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ പാപബോധം വേട്ടയാടുന്നൊരു കഥാപാത്രമായിട്ടാണ് ഇവിടേക്ക് രവി കടന്നു വരുന്നത് തന്നെ. എന്നാൽ ആ പാപബോധത്തിൽ ഉറച്ചു നിൽക്കാൻ രവിക്ക് കഴിയുന്നുണ്ടോ? ഇല്ല. ഇവിടെയുള്ള അനേകം മറ്റാൾക്കാരുമായിട്ടുള്ള അത്തരത്തിലുള്ള മറ്റു ബന്ധങ്ങളിൽ രവി ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതിലെ ഓരോ കഥാപാത്രങ്ങളും അസാമാന്യമാം വിധം അവരുടെ ശരീരവും മനസ്സും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അതിരുകളെ മറികടന്നവരാണ്. ഇപ്പം മൈമുന എന്ന് പറയുന്ന കഥാപാത്രത്തെ ഒരു യാഗാശ്വത്തെ പോലെയാണ് അവൾ എന്നാണ് വിജയൻ എഴുതുന്നത്. യാഗാശ്വത്തെ പോലെയുള്ള മൈമുന. ഈ അറബിക്കുളത്തിൽ മൈമുന കുളിക്കുന്നതിൻ്റെ വളരെ സെൻഷ്വലായിട്ടുള്ള ഒരു വർണ്ണനയൊക്കെയുണ്ട്. ഇത്തരത്തിലുള്ള മൈമുനയുടെ ജീവിതം അവസാനം എവിടെ എത്തിച്ചേർന്നു എന്നതിൻ്റെ ചിത്രമുണ്ട്. അത്തരമൊരു അപാരമായ അപരലോകം, ശരീരത്തിൻ്റെ ആഘോഷങ്ങളുടെയും ഉന്മാദങ്ങളുടെയും ഒരു അപരലോകം വിജയൻ ആവിഷ്കരിക്കുന്നുണ്ട്. ഈ ശരീരാഘോഷങ്ങളെല്ലാം പിന്നിട്ട് അവസാനം രവി എത്തിപ്പെടുന്ന എവിടെയാണ്? ഒരു പാമ്പിന് സ്വന്തം കാല് കാണിച്ചു കൊടുക്കുന്ന അന്ത്യത്തിലാണ്. അവിടേക്കാണ് രവി സഞ്ചരിച്ചെത്തുന്നത്. അത് മനുഷ്യ ശരീരത്തിൻ്റെ ഒരു സഞ്ചാരം, ശരീരത്തിൻ്റെ ഉന്മാദങ്ങളിലൂടെ സഞ്ചരിച്ചൊരു മനുഷ്യൻ എത്തിച്ചേരുന്ന അവസാനം, ഇതിൻ്റെ വേറൊരു ലോകവും ചിത്രീകരിക്കുന്നുണ്ട്. ഈ ആശാനൊക്കെ അതിനും കുറേ കാലം മുമ്പ് എഴുതിയ കണ്ണേറിനാലെ കലുഷക്കടലിൽ കമിഴ്ത്തും പെണ്ണുങ്ങളും പുഴുവു തിന്ന് പൊലിഞ്ഞു പോകും എന്നൊക്കെ എഴുതുന്നൊരു അപാരമായ ലോകധാരണയുണ്ടല്ലോ. കണ്ണേറ് കൊണ്ട് കലുഷക്കടലിലേക്ക് വീഴിക്കുന്ന സ്ത്രീകൾ പോലും അവസാനം പുഴു തിന്ന് പൊലിഞ്ഞു പോകുന്ന ഒരു ശരീരമായി മാറും എന്ന് പറയുന്ന അപാരമായ ജീവിതത്തിൻ്റെ അപരയാഥാർത്ഥ്യങ്ങൾ ഇതൊക്കെ ചെന്ന് തൊടുകയാണ്. അത് മഹാസാഹിത്യകാരന്മാരുടെ ഒരു മാർഗമാണ്. അതിലേക്ക് വിജയൻ ഖസാക്കിൽ തന്നെ സഞ്ചരിച്ചെത്തുന്നുണ്ട്. അത് പിന്നീട് വളരെ വളരെ ശക്തമാവുന്നുണ്ട്. നമ്മൾ ഗുരുസാഗരത്തിലേക്കൊക്കെ എത്തുമ്പോഴേക്കും, നമ്മളിരിക്കുന്നത് ഗുരുസാഗരത്തിൻ്റെ സ്മൃതി മണ്ഡപത്തിലാണ്, അവിടേക്കൊക്കെ എത്തുമ്പോഴേക്കും അത് അതിശക്തമായി വലിയൊരു സാന്നിധ്യമായിട്ട് ഈ ഉൾക്കാഴ്ച വളരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം ബഷീറിൻ്റെയും തകഴിയുടെയും കേശവദേവിൻ്റെയും ഒക്കെ ഒരു ഘട്ടത്തിൽ മലയാള സാഹിത്യത്തിൽ ആവിഷ്കരിക്കപ്പെട്ട അന്നുവരെ എത്തിപ്പെടാതിരുന്ന കഥാപാത്രങ്ങൾ, ആ കഥാപാത്രങ്ങളുടെ അടുത്ത ഘട്ടത്തിലേക്കുള്ളൊരു സഞ്ചാരമാണ് തുടർന്ന് MTയും പിന്നീട് വിജയനും സേതുവും മുകുന്ദനും ഒക്കെ ചേർന്ന് പൂർത്തിയാക്കുന്നത്. മലയാളത്തിൽ ആ സഞ്ചാരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ സഞ്ചാരമാണ് നമ്മൾ ഇന്ന് സുഭാഷ് ചന്ദ്രനും TD രാമകൃഷ്ണനും ഹരീഷും ഒക്കെയായി വളരുന്നത് കാണുന്നു. ഇത് ഒരു വലിയ യാത്രയാണ്. ഈ വലിയ യാത്രയിലെ മലയാള സാഹിത്യത്തിലെ ഒരു ചരിത്രഘട്ടത്തിലെ വലിയൊരു കൊടുമുടിയായിട്ട് ഖസാക്ക് നമുക്ക് മുന്നിൽ നിൽക്കുന്നു. വിജയൻ നമുക്ക് മുന്നിൽ നിൽക്കുന്നു. വിജയൻ മുന്നോട്ട് വെച്ച അനേകം സമസ്യകളും സന്ദേഹങ്ങളും ഇതുണ്ടല്ലോ. രവിയൊക്കെ എപ്പോഴും സന്ദേഹിയാണ്. രവിയൊന്നും തീർപ്പുകളിൽ നിൽക്കുന്ന ആളല്ല. അത് വിജയൻ്റെ ഒരു സ്വഭാവമാണ്. സന്ദേഹിയുടെ സംവാദം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പേര് തന്നെ. അത്തരം സന്ദേഹങ്ങളും ഒക്കെ ചേർന്ന ഒരു വലിയ, എക്കാലത്തെയും നമ്മൾ വീണ്ടും വീണ്ടും നമ്മളെ ചെന്നെത്തിക്കുന്ന ഒരു സ്ഥലമായി ഖസാക്കും വിജയനും നമുക്ക് മുന്നിൽ നിൽക്കുകയും ചെയ്യുന്നു എന്നതാണ് യാഥാർത്ഥ്യം.